അല്ല ചെട്ടിയാലത്തൂരിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു വീട് കാണാം. അടിപൊളി വീടാണ്. അതിൻ്റെ മുകളിൽ ചെറിയൊരു മച്ചുമ്പുറമൊക്കെ ഉണ്ട്. ഇവിടെ പ്ലാവിൻ്റെ അടിയിൽ ചെറിയൊരു വീടുണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇവിടെയൊക്കെ ഈ ചാണകം മെഴുകിയിട്ട് ഇവിടെ ആൾ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. ആരാ? സുഖല്ലേ? എന്താ പറ്റി? പനിയോ? സോ ഇന്നത്തെ നമ്മളുടെ യാത്ര വയനാട് ജില്ലേൻ്റെ അതിർത്തിയിലുള്ള ഒരു കുഗ്രാമത്തിലേക്കാണ്. അത് ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ചെറിയൊരു ഗ്രാമം, ചെട്ടിയാലത്തൂർ എന്ന് പറയും. അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അത് ചുറ്റുഭാഗം റിസർവ് ഫോറസ്റ്റാണ്. അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഭാഗം ഒരു ഗ്രാമം. അവിടെ കുറച്ച് ട്രൈബൽസ് മറ്റൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ജീവിക്കുന്നത്. അവർ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി പോകുന്ന മെയിൻ റോഡിലാണ്. അതായത് തമിഴ്നാട് ഭാഗത്തു നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന മെയിൻ റോഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ കാണുന്ന ഈ ഒരു റോഡിലൂടെയാണ്. ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഫോറസ്റ്റിലൂടെ അത്ര നല്ല റോഡൊന്നുമില്ല, ഒരു ഓഫ് റോഡ് പോലെയാണ്. അതിലൂടെ പോയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് ആ ഒരു വില്ലേജ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് ആളുകൾ ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്നിരുന്നു. ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അവരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലാണ് അവരുടെ നാട്, അങ്ങോട്ടേക്ക് പുറത്തുനിന്ന് ആർക്കെങ്കിലും പോകാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു നിർദ്ദേശങ്ങളും ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അനധികൃതമായിട്ട് ഈ വനത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങൾക്ക് ശല്യമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നമ്മൾ നേരെ ഇതിലൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് ആ വില്ലേജിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും പുറപ്പെടാം. ഇതിലൂടെ പോകാൻ വേറെ തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഈ റോഡിനോട് പോയി നോക്കാം. കുറച്ച് ദൂരം ആൾക്കാരത് അവിടുന്ന് വരുന്നതാണ്. ആലത്തൂർ കുറേ ദൂരമുണ്ടോ? കുറച്ച് ദൂരമുള്ളൂ. ഓക്കെ, താങ്ക്സ്. 2.5 കിലോമീറ്ററാ? ഓക്കെ, ശരി. അപ്പോൾ 2.5 കിലോമീറ്റർ ഈ റോഡിലൂടെ പോകണം. പോയി നോക്കാം. പക്ഷേ അവരൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ബസ് കയറാൻ വേണ്ടി ഇങ്ങോട്ടാണ് വരുന്നത്. അവർ കുറേ ദൂരം നടന്നാണ് വരുന്നത്. ഈ 2.5 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. റോഡ് ചെറുതായിട്ട് കല്ല് പതിച്ചൊരു റോഡൊക്കെയാണ്. ഒരു ജീപ്പൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് താഴെ. ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊക്കെ ആണെങ്കിലാണ് ചൊറ. ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, പക്ഷെ എന്തോ ആരോഗ്യ വകുപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ ട്രൈബലിനെ എന്തെങ്കിലും ചികിത്സ മറ്റൊക്കെ ആയിട്ട് പോയ വാഹനമായിരിക്കും. പക്ഷെ വേറെ വല്ല ഡിപ്പാർട്ട്മെൻറ്റ് വാഹനമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും എന്തിനാ അങ്ങോട്ടാണ് പോകുന്നതെന്ന്. പോയി നോക്കാം. ഈ പോകുന്ന വഴിക്ക് 2.5 കിലോമീറ്ററും ഫോറസ്റ്റ് തന്നെയാണ്. ഇഷ്ടംപോലെ ആനുള്ള സ്ഥലമാണ്. പക്ഷേ ഈ സമയത്തൊന്നും പ്രശ്നമല്ല, കാരണം ആളുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഞാൻ വന്നപ്പോൾ ഒരു ബാച്ച് ആളെ കണ്ടു, ഇപ്പോൾ ഒരു ബാച്ച് ഇതിലൂടെ പോയി. ഇത് ശരിക്കും നമ്മുടെ മറ്റുള്ള കടുവ സങ്കേതങ്ങളിലൊക്കെ ഈ സഫാരി കൊണ്ടുപോകുന്ന റോഡുണ്ടല്ലോ, അതുപോലത്തെ ഒരു സെയിം റോഡാണ്. പക്ഷെ ഇവിടെ അങ്ങോട്ട് ആരും കാണുന്നില്ല കേട്ടോ. പോയി നോക്കാം. പക്ഷേ ഈ 2.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉണ്ടെന്ന് വേണേൽ പറയാം. കാരണം റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ
കുറേ ദൂരെ യാത്ര ചെയ്യുന്ന പോലൊരു ഫീലാണ്. അത് ഇതുപോലെ ഫോറസ്റ്റ് ആകുമ്പോഴേ എന്നാലും രസമുണ്ട് പോവാൻ. വണ്ടി വിട്ടു പോകാനൊന്നും പറ്റില്ല, പതുക്കെ അങ്ങനെ പോകാനേ പറ്റുള്ളൂ. പിന്നെ മണ്ണുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം. പക്ഷെ കല്ല് വന്നു കഴിഞ്ഞാൽ ചാടി കളിച്ചുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് ബൈക്കിൻ്റെ ശബ്ദം കൊണ്ട് വേറെ ഒന്നും കേൾക്കുന്നില്ല. ഇനിയും പോകാനുണ്ട് ഒരുപാട്. നമ്മൾ കുറേ ദൂരം വന്നു. ഇവിടെ നല്ല കുഴിയാണ്, കൊക്ക. റോഡിൻ്റെ അവസ്ഥ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇറക്കം. അങ്ങോട്ട് ഇറക്കാണ്. തിരിച്ച് ഞാൻ ഇതിൽ തന്നെ വരണ്ടായി. കോൺക്രീറ്റ് റോഡ് ഇവിടുന്ന് അങ്ങോട്ട്. പക്ഷെ കുറേ മുമ്പ് എപ്പോഴും ഇട്ടതാന്ന് തോന്നുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സുഖമായിട്ട് പോകും. വീണ്ടും കല്ല് റോഡ്. ഏകദേശം നമ്മൾ ഇറങ്ങി കഴിയുന്നതോടുകൂടി ആ ഒരു വില്ലേജിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കെട്ടിടമൊക്കെ കാണാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇതാണ് ബോർഡർ. ഇവിടെ കണ്ടോ മതിൽ. ഇത് ഫോറസ്റ്റ് ഇതായിട്ടുള്ള എന്താണ് കമ്മിറ്റി ചെട്ടിയാലത്തൂർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, നമ്മൾ ചെട്ടിയാലത്തൂരിലേക്ക് കിടന്നു. തുടക്കത്തിൽ തന്നെ ഇതാ അവിടെ ഒരു ആളൊഴിഞ്ഞ ചെറിയൊരു വീടാണോ മറ്റെന്തെങ്കിലും ആണോ ഒന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട്സ്. 2 വഴിയുണ്ടല്ലോ. അങ്ങോട്ട് വീടുകൾ കാണുന്നുണ്ട്, അങ്ങോട്ട് റോഡ് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കുള്ള റോഡ്. ഇത് ഒരു ബൈ റോഡാണ് തോന്നുന്നത്. പക്ഷേ അങ്ങോട്ട് വീടുകൾ കാണുന്ന സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം.
ആരുമില്ല കേട്ടോ. ആ ഭാഗത്തേക്ക് ഫോറസ്റ്റ്, എൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കുറച്ച് വീടുകളുള്ള സ്ഥലമാണ്. ഒന്ന് പോയി നോക്കാം, വഴി എങ്ങനെയാണെന്ന് അറിയില്ല. സോ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ നീലഗിരിയിലെ ചായപ്പൊടിയെക്കുറിച്ച് പരിചയപ്പെടുത്താം. നമ്മുടെ ചായപ്പൊടി കുറേ പേർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി, കാപ്പിപ്പൊടി, ഏലം, ലീഫ് ചോദിക്കുന്നവരുണ്ട്, ഗ്രീൻ ടീ ചോദിക്കുന്നവരുണ്ട്, വൈറ്റ് ടീ ചോദിക്കുന്നവരുണ്ട്. ചോദിക്കുന്നവരുണ്ട്, വാങ്ങുന്നവർ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എല്ലാ പ്രോഡക്ട്സുകളും നമ്മളിപ്പോൾ ഇങ്ങനെ ഓൺലൈൻ വഴി നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല കലപ്പടമില്ലാത്ത ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്ന തേയിലപ്പൊടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ വെള്ളക്കാർ പണ്ട് നിർത്തി വെച്ച് പോയിട്ടുള്ള ആ ഒരു വർക്കീൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതായത് ഊട്ടി വർക്കി എന്ന് അറിയപ്പെടുന്ന ആ ഒരു വർക്കി അന്നത്തെ ആ പഴയ സ്റ്റൈലിലുള്ള അടുപ്പിൽ വിറക് വെച്ച് കത്തിച്ചിട്ടുള്ള ഒരു ഓവണിൽ തയ്യാറാക്കുന്ന വർക്കി നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്കിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരും. അത് നമ്മുടെ ചെറിയൊരു ബിസിനസ്, ചെറിയൊരു സൈഡ് ബിസിനസ്, അതിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരമ്പലം, ആൾക്കാരൊന്നും കാണാനില്ല. വേറെ മേലൊരു തറവാട് വീടൊക്കെ ഉണ്ട്, പഴയ സ്റ്റൈലിലുള്ള കിണർ. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ടൊന്ന് ഇറങ്ങി കാണാൻ പറ്റുമോ? ആരെങ്കിലും ഒരാളെ കണ്ടാലേ വല്ല ഡീറ്റെയിൽസും കിട്ടുള്ളൂ. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ചെട്ടിയാലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമ്മളവിടുന്ന് ഒരു ഓഫ് റോഡിന് കുറച്ച് ദൂരം മുമ്പോട്ട് വന്ന് ഇപ്പോൾ ആ ഒരു വില്ലേജിൽ നമ്മളെത്തി. അപ്പോൾ വയനാടെന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം വിചാരിക്കുക വയനാട് നമ്മൾ മുണ്ടക്കയും അവിടേക്കൊക്കെ പോകുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ പോകാനിപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളവിടുത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മളവിടെ പോയി ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടുകൂടി അങ്ങോട്ട് പോകണത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അടുത്ത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് അങ്ങോട്ട് പോകാത്തതെന്ന്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളോ മറ്റൊക്കെ എന്തായാലും അവിടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ആ ഒരു ട്രെൻഡിങ്ങിലുള്ളൊരു കണ്ടൻറ്റാണ്, അതിന് റീച്ച് കിട്ടും, ചാനൽ അറിയപ്പെടും എന്നൊക്കെയുള്ളൊരു ഉദ്ദേശം, ദുരുദ്ദേശം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷേ ഒരു 80% അത് തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാനും ആസ് ഒരു ബ്ലോഗർ എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരും. പക്ഷേ ആ ഒരു സന്ദർഭം, സാഹചര്യം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനവിടെ പോകാത്തത്. പിന്നീട് നമുക്കൊരു ദിവസം അവിടെ പോകപ്പത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാവരും നല്ല രീതിയിലൊക്കെ പുനരധിവസിക്കപ്പെട്ടതിന് ശേഷമൊക്കെ നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമുക്കൊരു ദിവസം പോകാം. അതുവരെ നമ്മൾ വയനാട്ടിലുള്ള മറ്റുള്ള ഗ്രാമങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ചെട്ടിയാലത്തൂരാണ്. ഇവിടെ ഒരു വീട്ടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വീടുകൾ വളരെ വിട്ടുവിട്ടാണ് ഓരോ വീടുകളുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ ഒരു വീട് നമ്മുടെ അമൃതകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമൃതകൃഷ്ണൻ്റെ അടുത്ത് ഞാൻ വിവരങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ചു. അപ്പോൾ അമൃതകൃഷ്ണൻ്റെ വീടുള്ളത് വീട്ടിലാരൊക്കെ? അമ്മ, അച്ഛൻ? അമ്മ, അച്ഛൻ, ചേച്ചിമാരെല്ലാവരും ഉണ്ട്. നീ എന്ത് ചെയ്യുന്നത്? ഞാൻ +2 കഴിഞ്ഞു. ഇപ്പോൾ 2 വിഷയം ഫെയിലായോ? അപ്പോൾ ഇനി അത് എഴുതിയെടുക്കണം. അത് എഴുതിയെടുക്കണം. ആ വിഷയങ്ങൾ ഒന്നും കൂടെ പഠിക്കാനായില്ലേ? എവിടെ പഠിക്കുന്നത്? എവിടെ സ്കൂളിൽ? ഞാൻ തോമട്ടാൽ ഹോസ്റ്റലാണ് പഠിച്ചിട്ടുണ്ടിരുന്നത്. എവിടെ? തോമട്ടാൽ വടുവഞ്ചാൽ. അവിടെയാണ് പഠിക്കുന്നത്. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്. ഇവിടെ വേറെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇവിടുന്ന് നിൻ്റെ കൂടെ പഠിക്കാൻ പോകണ സ്കൂളിൽ എങ്ങനെ പോകും? ഇവിടുന്ന് നടന്നു പോകും, എന്നിട്ട് ബസ് കയറും? മെയിൻ റോഡ് വരെ നടന്നിട്ട് അവിടുന്ന് ബസ് കയറും അല്ലേ? ഓക്കെ. അമൃതകൃഷ്ണൻ്റെ വീടാണിത്. ഇവരിവിടെയാണ് താമസിക്കുന്നത്. ഒരു പഴയ സ്റ്റൈലിലുള്ളൊരു വീട് തന്നെയാണ് അവരിപ്പോഴും താമസിക്കുന്നത്. കോൺക്രീറ്റ് കട്ടൊന്നും വെച്ച് അല്ല, കോൺക്രീറ്റിൻ്റെ ഒന്നുമില്ല. ഇത് മറ്റേ അലകം മുടഞ്ഞ തന്നെ അല്ലേ? അലകം മുടഞ്ഞ് മണ്ണിട്ട് തേച്ചിട്ടുള്ള ആ ഒരു വീടാണ് കണ്ടില്ലേ? ഇതെല്ലാം ഇങ്ങനെ മൈ ഗോഡ് കണ്ടിൻ്റെ അകത്ത് ഫുള്ള് അലകിൻ്റെ മുടഞ്ഞ് ചെറിയൊരു വീട്. 2 പോർഷൻ. ആ 2 വീടാ അതോ ഒരു വീട് തന്നെ? ഇത് വേറെ ആൾ വീടാ? നിങ്ങൾ തന്നെ 2 പോർഷനായിട്ട് എടുത്തിരിക്കുക അല്ലേ? അപ്പോൾ വീട് 2 പോർഷനായിട്ടാണ്. ഇതിൻ്റെ റൂഫിങ് കണ്ടില്ലേ? ഈ അലകും മുടങ്ങിൽ മേലെ ടാർപോളിന് ഇട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ഏകദേശം വീടുകളൊക്കെ ഏകദേശം ഈ കണ്ടീഷൻ തന്നെയാണ് തോന്നുന്നത് അല്ലേ? കാലത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് അവിടെ ഒരു സ്കൂളുണ്ട്. അവിടെ ഒരു 4th സ്റ്റാൻഡേർഡ് വരയ്ക്കുള്ളത്രേ. അവിടെ ഒരു സാറുണ്ട്. നമുക്ക് അതൊന്ന് പോയി കാണണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ചുറ്റും അങ്ങനെല്ലാം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമുള്ള. പിന്നെ ഈ ഒരു ഗ്രൗണ്ട് കാണുന്നിടത്തൊക്കെ ഇവർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്. ഇതാരെ വീടാ? ഇത് മറ്റേ ചെട്ടിയാരാ.
ആളിവിടെ താമസമല്ലേ ഇപ്പം ഇല്ലേ? താമസമല്ലേ കാപ്പറി മുളകപ്പറി സീസണിൽ മാത്രം ചങ്ങ ഇവിടെ നിൽക്കും. ഓ, അതായത് കൃഷി സമയത്ത് മാത്രം ഇവിടെ വന്ന് താമസിക്കാനൊരിതല്ലേ? അപ്പോൾ ശരിക്കും മൂപ്പര് എവിടെ താമസിക്കുന്നത്? കല്ലുങ്കര. കല്ലിങ്കര. കല്ലിങ്കര എവിടെ? ചീരാൽ. ചീരാൽ കല്ലിങ്കര. അപ്പോൾ അവിടെ താമസിക്കുന്നതാണ്. പുള്ളി കുറേ സ്ഥലം ഉണ്ടാവുമായിരിക്കും അല്ലേ? കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി കാപ്പിയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാത്രം ഇവിടെ താമസിക്കാനുള്ളൊരു വീടാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ പറഞ്ഞത്. ഇതെന്താ? ആട് വളർത്തുന്നുണ്ടോ നിങ്ങൾ? എത്ര ആടുണ്ട്? 6 ആടുണ്ട്. എന്ത് ചെയ്യുക ആടിനെ വളർത്തി അവസാനം വിൽക്കുമോ? അതിന് പാലൊക്കെ കറക്കുമോ? എന്നിട്ട് പാലെന്ത് ചെയ്യും? കൊടുക്കും അവിടെ കൊടുക്കും. അവരെന്ത് ചെയ്യാത്? അവർ പൈസ തരും. അവർ പൈസ അല്ല, അവരെ പാല് കുടിക്കാനും ഉപയോഗിക്കണതാണ് കുടിക്കുക. അപ്പോൾ ഇവിടെ ആട് വളർത്തലുണ്ട്. ഇത് നമ്മുടെ ഇവരെ തന്നെയാണ്. ഇപ്പം എല്ലാം പുറത്തു പോയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ പുറത്തു പോയിട്ടുണ്ട് അല്ലേ? ആടുകൾക്ക് വേണ്ടിയുള്ളതാണ് എല്ലാം പുറത്ത്. ഇത് കോഴിയായിരിക്കും അല്ലേ? പ്രാവോ? എന്നിട്ടൊന്നുമില്ലല്ലോ, എല്ലാം പുറത്തു പോയോ? പുറത്തു പോയോ? അതിന് കോഴിക്കൂട് അവിടെ ഉണ്ടല്ലേ? അപ്പോൾ പ്രാവൊക്കെ പോയിട്ട് തന്നെ വൈകുന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് ശരി. അവിടെ ഒരു കോഴിക്കൂടുണ്ട് ഉണ്ടല്ലേ? പശുക്കളുണ്ടോ? പശുക്കൾ. ഇത് ആദ്യത്തെ പ്രാവാന്ന് തോന്നുന്നത് അല്ലേ? അതിലുള്ള ഒരു പ്രാവാണത്. ഇത് നിങ്ങളെ സ്വന്തം പ്രാവായിരിക്കും അല്ലേ? ഉണ്ടല്ലേ? ഒരു വളർത്തുന്ന പ്രാവ്. വേറെ കുറേ ഉണ്ടോ? ഒരുപാട് ആളുണ്ടല്ലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം, നമ്മൾ വന്ന വഴിക്ക് അങ്ങോട്ട് റോഡുണ്ടല്ലോ, ആ റോഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് അവിടെ ഒരു കടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാടാണ്. അവിടെ ഒരു ഫോറസ്റ്റ് അതിരുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ്. മുമ്പ് ഇതിലൂടെ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ഒരു റോഡൊക്കെ ഉണ്ടായിരുന്നു. അത് ഒക്കെ കാലക്രമേണ അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ അതിലൂടെ ഒന്നും ആക്സസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഈ ഒരു പാടം ഇത് വെറുതെ കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കൃഷിയുണ്ട്. ഇവിടെ കൂടുതലായിട്ടും കാപ്പി കൃഷിയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പാടങ്ങൾ നമുക്ക് കാണാം. ഈ പാടത്ത് വരെ കാപ്പി കൃഷി നടക്കുന്നുണ്ട്. പിന്നെ ഈ ചെങ്കുത്തായിട്ടുള്ള സ്ഥലങ്ങൾ, സ്ലോപ്പ് ഏരിയകളിലൊക്കെ മൊത്തം കാപ്പിയാണ്. പക്ഷേ ഇവിടെ പാടത്ത് പോലും കാപ്പി കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കിനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളൊന്നും നമുക്ക് പോയിട്ട് കാണാം നേരെ മുന്നോട്ട്. അവിടെ ഒരു വീടുണ്ട്, പറ്റി അതും കാണാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചെട്ടിയാലത്തൂരിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു വീട് കാണാം. അടിപൊളി വീടാണ്. അതിൻ്റെ മുകളിൽ ചെറിയൊരു മച്ചുമ്പുറമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മത്സ്യകൃഷി നടക്കുന്ന ഒരു രസമാണ് കേട്ടോ, നെല്ലിപ്പായ കൃഷി. കേരള സർക്കാരിൻ്റെ ആ ഒരു ഇതിനോടുകൂടി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് വയനാട് ജില്ല ജനകീയ മത്സ്യകൃഷി 2020-2021 ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രം. ഇവിടെ വിൽക്കും ചെയ്യുന്നു മീൻ. ഇവിടെ മീൻ വിൽക്കുകയൊക്കെ ചെയ്യും. എന്താ ഒരു വീടാണിത്. ഈ വീട്ടുകാരാണ് നടത്തുന്നത്. ഇത് മുമ്പ് ഇപ്പോൾ എങ്ങാണ്ട് ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നൊരു കെട്ടിടമായിരുന്നു തോന്നുന്നു. പിന്നീട് റിസോർട്ട് പോയപ്പോൾ ഇതിൽ താമസക്കാരായി. അവരുടെ മുന്നിൽ തന്നെ ഒരു മീൻകുളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇവിടെ ഈ വീട്ടുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അവർ ഇത് വീട് മേടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസിനും മറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അവർ താമസിക്കും, ഇവിടെ വന്ന് താമസിക്കും, എന്നിട്ട് ഇവിടെ മീൻ ഇതാക്കും. പക്ഷെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് മീൻ മേടിച്ചിട്ട് പോകാറുണ്ടെന്നാണ് പറയുന്നത്. വലിയ കുളമാണ്. ഒരു കുളം ഇവിടെയുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. നെറ്റൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. ഒരു വലിയൊരു കൃഷി ഏരിയ തന്നെയാണിത്. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മത്സ്യകൃഷി അതിൻ്റെ കേന്ദ്രമാണിത്. ഇതിലൊക്കെ മീനുണ്ട് തോന്നുന്നു, ഇഷ്ടം ഉണ്ട്. വലിയ കുളമാണല്ലേ? അത്യാവശ്യം വലിയ കുളമാണ് കേട്ടോ അത്. അപ്പോൾ സുഹൃത്തുക്കളെ, അവിടെ ഒന്ന്, ഇത് രണ്ടാമത്തെ കുളം. ഇതിൻ്റെ അപ്പുറത്ത് ഇനിയൊരു കുളം കൂടെ ഉണ്ട്, മൂന്നാമത്തെ ഒരു വലിയൊരു കുളം കൂടെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ വലിയൊരു ഏരിയ തന്നെ, അത്യാവശ്യം ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ മത്സ്യകൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഏട്ടോ, നിങ്ങൾ പശുക്കളെ നോക്കുന്ന ആളാണോ അതോ മീൻ വളർത്തുന്ന ആളാണോ? പശുക്കളെ നോക്കുന്ന ആളാ? നിങ്ങളതാണോ പശു? വേറെ ചെട്ടിമാരുത്. നിങ്ങൾ അതിനെ നോക്കണ ആള് അല്ലേ? ശരി.
രാവിലെ ഇതിനെ തൊളിച്ചുകൊണ്ട് വരുന്നതാ? ആ. എന്നിട്ട് ഇവിടെ കൊടുന്ന് വിടും, വൈകുന്നേരം വരെ മേഞ്ഞിട്ട് പോവും. വൈകുന്നേരത്തെ പിന്നെ ആട്ടിയിട്ട് പോകും. ആട്ടിയിട്ട് എവിടുന്ന് വരുന്ന അപ്പോൾ അത്? നമ്മൾ കുറച്ച് താഴെ ആ ശരി. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കും. ആ. വൈകുന്നേരം ആകുമ്പോൾ എത്ര മണിയാകുമ്പോൾ പോവും? ഞാൻ 4:30 പോകും. 4:30 ആകുമ്പോൾ പോവും. പേരെന്താ? വെളുക്കൻ. വെളുക്കൻ. വീട്? കണ്ടങ്കര കോളനി. ആ, ഇവിടെ അടുത്ത് തന്നെ? അടുത്തന്നെ. ആ ഓക്കെ. താഴെ വീടുണ്ട്. ആ ശരി ശരി ശരി. വീട് അടുത്ത്. ആ എത്ര പശുക്കളുണ്ടത്? ഇത് പോത്തുകൾ 12 ഉണ്ട്. എല്ലാം ഒരാളതാ? അല്ലല്ല, വേറെ വേറെ ആളതാ? 2 പോത്തുകളുണ്ട്. ആ ശരി ചേട്ടേ. ഇതിന് മുമ്പിലൊരു ഫോറസ്റ്റ്, അവിടെ കാണുന്ന ഫോറസ്റ്റാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കണ്ടില്ലേ ഒരു അരുവിയുണ്ട്, ഒരു പുഴയുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മളെ കൂട്ടിയിട്ട് വന്നത്. കണ്ടില്ലേ ഇത്? ഇതാണല്ലേ. ഇതവിടെ മറ്റേ നമ്മുടെ നൂൽപ്പുഴ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആ റിവറായിരിക്കും അല്ലേ? നല്ല വെള്ളം വരുമല്ലോ മഴ ചെയ്താൽ അല്ലേ? ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഇതിങ്ങനെ പോകുന്നുണ്ട് ഇവിടുന്ന്. ആ സ്കൂളിൻ്റെ സൈഡിലൂടെ ഓരം പറ്റി അങ്ങനെ പോകുന്നു ഇവിടുത്തെ ഒരു. അപ്പോൾ ഈ കുളത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നത് ഫോറസ്റ്റ് ഏരിയകളാണ്. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് പോവാം. എടാ മോനെ, എന്തെങ്കിലും നടക്കണതിൻ്റെ പേരെന്താ? വിഷ്ണു. വിഷ്ണു. നിൻ്റെ വീട് എവിടെ? ദേവാല. ദേവാലയാണ് വീട്. ഇവിടെ നീ എങ്ങനെ വന്നു? വിരുന്ന് വന്നതാ. അത് ശരി. അപ്പം നീ പഠിക്കണൊക്കെ ദേവാലയാണ്. ആരൊക്കെ വീട്ടിലൊക്കെ വിരുന്ന് വന്നത്? ആരുള്ളവിടെ? എല്ലാരുണ്ട്. ആരൊക്കെയാ? അമ്മേൻ്റെ വീട്ടിലേക്ക് വരുന്നു. എൻ്റെ അമ്മേൻ്റെ വീട് അവിടെ? അത് ശരി. അച്ഛൻ്റെ വീട് ദേവാല. അപ്പം നീ ആരൊക്കെയാ വന്നേ? നീയും അച്ഛനും അമ്മയും. എന്നിട്ട് അവരൊക്കെ അവിടെ? അനിയനും. അവരെവിടെ ഉള്ള? വീട്ടിലുണ്ടോ? ശരി ശരി ശരി. അതാ മുകളിൽ കാണാൻ വീട്? അതവിടെ മുകളിൽ കാണണം അവരുടെ വീട്. ഓക്കെ, എന്നാ പോട്ടെ. ഓക്കെ. ചെട്ടിയാലത്തൂരുള്ള ആ ഒരു ചെറിയൊരു സ്കൂളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടത് ഇവിടെ ഇതാണ് സ്കൂള്. ഒരൊറ്റ ഒരു കെട്ടിടമേ ഉള്ളൂ, 4ാം ക്ലാസ് വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഗേറ്റൊക്കെ ഉണ്ട്. നമുക്കുള്ളിലൊന്ന് നോക്കാം. ഗവൺമെൻറ് LP സ്കൂൾ ചെട്ടിയാലത്തൂർ എന്നാണ് ഈ സ്കൂളിൻ്റെ ഒരു പേര്. ഇതാണ് ആലത്തൂർ LP സ്കൂൾ. ഇവിടെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, 4ാം ക്ലാസ് വരെ ഉള്ളൂ. പിന്നെ ഒരു സാറുണ്ട്, ഒരു സാറല്ല 2 സാറുണ്ട്. ഇത് സാറ് ഞാൻ സംസാരിപ്പിച്ചപ്പോൾ സാറിൻ്റെ വോയിസ് നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ക്യാമറ പണി മുടക്കി കറക്റ്റ് സമയം നോക്കിയിട്ട്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ സാറ് ഇവിടെ തൊട്ടപ്പുറത്തൊരു 8 കിലോമീറ്റർ അപ്പുറത്ത് മുണ്ടക്കൊല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് രാവിലെ ഇവിടെ വരുന്നതാണ്. ബൈക്കിനാണ് വരുന്നത് ആ വനത്തിലൂടെ. എന്നിട്ട് ഇവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സമയത്ത് ഇവിടുന്ന് അതുവഴി തന്നെ മടങ്ങിപ്പോവും. ഈ സാറെ കൂടാതെ മറ്റൊരു ഹെഡ് മാസ്റ്റർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാനുള്ള ഒരു സ്റ്റാഫും കൂടെയാണ് അടങ്ങിയിട്ടുള്ള ഒരു 3 ജീവനക്കാർ മാത്രമുള്ളൊരു ഒരു സ്കൂളാണ്. പിന്നെ വളരെ നല്ല കെട്ടിടം, നല്ല വൃത്തിയായി പരിപാലനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കോമ്പൗണ്ട് വാളുണ്ട്. കുട്ടികൾക്ക് പുറത്തേക്ക് പോകാതെ സുരക്ഷിതമായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഒരു സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗം നടന്ന് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ചുറ്റുഭാഗത്ത് പുറത്തേക്ക് കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉണ്ട്. അതിൻ്റെ മുമ്പായിട്ടൊരു പുഴയുണ്ട്. പുഴ കടന്നതിന് ശേഷമാണ് ഫോറസ്റ്റ് ഉള്ളത്. ചെറിയൊരു ആമ്പൽക്കുളം, എനിക്കിത് എന്താണെന്ന് അറിയില്ല. എന്തായാലും കാണാൻ ഭംഗിയുള്ളൊരു ചെറിയൊരു കുളം വെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള കിച്ചണ് ഒക്കെ ഈ ഭാഗത്തുണ്ട്. ചുറ്റും ആ കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ, കോമ്പൗണ്ട് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 2 ഇത് കാണാം. അത് ഇവർ കുട്ടികൾക്ക് ടോയ്ലറ്ററീസും സൗകര്യങ്ങളൊക്കെയാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയറിലുള്ളൊരു
സ്കൂള് അതിൻ്റെ കെട്ടിടം. ക്ലാസ് റൂം നമ്മളെ കണ്ടിട്ട് അവരെ അടയ്ക്കാണ് അവർ. അവർ കളിക്കുന്നുണ്ടോ? എന്താ പേര്? കൃഷ്ണ വിശാഖ്. വിഷ്ണു വിശാഖ്. കൃഷ്ണ വിശാഖ്. ഓക്കെ. ഫുട്ബോൾ കളിക്കാരനാണോ? ശരി. ക്ലാസ് റൂമോ? അല്ല, ക്ലാസ് റൂമിലൊക്കെ നല്ല ടൈലൊക്കെ ഇട്ടിട്ട് നല്ല അതായത് ക്ലാസ്സിനുള്ളിൽ വർക്കുകളൊക്കെ ഉണ്ടല്ലോ. ഡയഗ്രാംസ്, മാപ്പ്. പോട്ടെ. ഇതാണ് ബെൽമുട്ടി. ഇതാണ് ബെല്ലടിക്കണ. അതിലാണ് കേട്ടോ ബെല്ലടിക്കണത്. ട്രയൽ നോക്കിയാൽ ചിലപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങിപ്പോവും. ഓക്കെ. ചേച്ചിയാണ് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? പേര് ചേച്ചീൻ്റെ? ഗീത. വീട് ഇവിടെ തന്നെ? എന്തൊക്കെ ഫുഡാണ് ഉണ്ടാവുക അവിടെ? രാവിലെയും ഭക്ഷണം ഉണ്ടോ? രാവിലെ ഭക്ഷണമുണ്ട്. ഓ, പ്രഭാത ഭക്ഷണം കൊടുക്കും. അത് എന്താ കൊടുക്കുക അവർക്ക്? ഉപ്മാവ്, ബ്രെഡ് അങ്ങനെ കൊടുക്കൂല്ലേ രാവിലെ? ഓരോ ദിവസം മാറി മാറി വേറെ സാധനമാണ്. ഉച്ചയ്ക്ക് ചോറ് അല്ലേ? ഉച്ചയ്ക്ക് ചോറ്. നിങ്ങൾ ഒരാളെ ഉള്ളു വെക്കുന്നത്? അധികം കൂടുതൽ വെക്കൊന്നും വേണ്ടല്ലോ അല്ലേ? കുറച്ച് വെക്കുള്ളൂ. ശരി ശരി. അങ്ങനെ അമൃത് കൃഷ്ണന് ഞാൻ തിരിച്ച് വീട്ടിൽ കൂടുന്ന ഇറക്കിയിട്ടിരിക്കുകയാണ് ഭദ്രമായിട്ട്. അപ്പോൾ അമൃത് കൃഷ്ണൻ പോയിട്ട് വരാം കേട്ടോ. കാണാം. ബൈ ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ പിന്നെ ഇങ്ങനെയൊക്കെ കാണാമെങ്കിലും കാര്യപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ഇവിടുത്തെ താമസം, ഇവിടുത്തെ ഉപജീവനമൊക്കെ വലിയ രീതിയിൽ സർക്കാർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് എന്നാണ് അവിടെ നമുക്ക് കിട്ടിയ ഒരു വിവരം. മീൻസ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പല പ്രാവശ്യമായിട്ട് ഇവരോടൊക്കെ സർക്കാർ തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം, അതായത് വനം വകുപ്പിൻ്റെ സമ്മർദ്ദം ഇവർ നേരിടുന്നുണ്ട്. പിന്നെ വഴികളും മറ്റൊന്നുമില്ല. അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്ററോളം വരും മെയിൻ റോഡിലേക്ക് എത്താൻ. ആ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഒരു എമർജൻസി ആയിട്ട് നമുക്ക് പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവർക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കുറച്ച് കാഷ്വാലിറ്റീസൊക്കെ വരികയാണെന്ന് വെച്ചാൽ ബത്തേരിക്ക് തന്നെ എത്തണം. ബത്തേരിക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. ഇല്ലേ പിന്നെ ചെറിയ ഇതിനൊക്കെ വന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് ചീരാൽ എന്നുള്ള സ്ഥലത്തേക്കാണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പക്ഷേ എന്തെന്നെ ആയാലും ചീരാലിലേക്കായാലും ബത്തേരിക്കായാലും ഇവിടെ നിന്നുള്ള ആ ഒരു റോഡ് വഴി മെയിൻ റോഡിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ക്ഷേത്രം ഇതാണ്, ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, ചെരുപ്പൊക്കെ ഇട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ഇവിടെയുള്ള ആളുകളുടെ. ഇപ്പോൾ ഞാനിവിടെ ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരാളെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. രാഘവൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ വീടൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ സമയമില്ല, കന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണം. ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോവുകയാണ്. കഞ്ഞി കുടിച്ച് വെച്ച് ഞാൻ തിരിച്ചു പോകും, ഇപ്പം സമയമില്ല, പിന്നീട് ഒരിക്കൽ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഒരിക്കൽ നമുക്ക് ഇവിടെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ പഴയ വീടുകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ചേട്ടൻ്റെ അനുവാദം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടുത്തെ വീടുകളൊക്കെ വളരെ വളരെ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഉള്ളത്. ഒരുപാട് ഡിസ്റ്റൻസിലാണ് വീടുകളുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം കൃഷിയാണ് കേട്ടോ. അവിടെ കാര്യമായിട്ടും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് കാപ്പിയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കാപ്പി ഫേമസ് ആണ്. മൊത്തത്തിൽ വയനാടൻ കാപ്പി എന്ന് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ കാപ്പിക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കാപ്പി ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ നാടൻ രീതിയിലുള്ള നാടൻ കാപ്പിപ്പൊടി ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടുത്തെ വയനാടൻ കാപ്പി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം. അതായത് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ആളുകളെ പരിചയമുണ്ട്. ഞാൻ അവിടുന്ന് നിങ്ങൾക്ക് കാപ്പി പൊടി വേണമെച്ചാൽ എത്തിച്ചേരാം, നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചെട്ടിയാലത്തൂരിൻ്റെ മെയിൻ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ കണ്ട ചെറിയൊരു വീട്, കുറേ ആടുകളും ഉണ്ട് അവിടെ. ഇവിടെയുള്ള ആകെ ഒരേ ഒരു കടയാണെന്നായത്. ഈ കട വൈകുന്നേര സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത സമയങ്ങളിലൊന്നും ഈ കട ഉണ്ടാവില്ല. എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇതെന്താണ്
ഇതെന്താ അങ്കണവാടി? ആ, ഇവിടെ ഒരു അങ്കണവാടി ഉണ്ട് കേട്ടോ. എന്താ ചേച്ചി, അങ്കണവാടിയാ? ആ, ഓക്കെ. കുട്ടികളൊക്കെ ഉണ്ടോ? കുറേ കുട്ടികളുണ്ടോ? അതെ, നോക്കാം. മൊത്തം കാപ്പിയാണ് സുഹൃത്തുക്കൾ ഇവിടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ അങ്കണവാടി. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, ഒരു ടീച്ചറും ഉണ്ട്. ദിസ് ഈസ് അങ്കണവാടി. നല്ല കെട്ടിടം, നല്ല വൃത്തി. സോളാറിലാണ് ഇവിടെ പ്രവർത്തിക്കണമൊക്കെ. ആ, സോളാർ. ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലേ, ഒരു ഗാർഡനിലാണ്. ഇരിക്കടാ, ഇരിക്കേ. ആ, റെഡി. കുട്ടികൾ കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. അടിക്കാം. നീ എന്താ നോക്കുന്നത്? കണ്ടില്ലേ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളൊരാളേ ഉള്ളൂ? ടീച്ചർ വരും. ആ, നിങ്ങൾ ഇങ്ങനെ ആ, ഓ, പുതിയ ടീച്ചർ വരിക? ആ, ശരി. ഇവിടെ ഇപ്പോൾ ടീച്ചർ നിലവിലില്ലല്ലേ? ആ, പോസ്റ്റിംഗ് ആയതാ? ആ, ശരി. അപ്പോൾ ഇതാണ് അങ്കണവാടി നവീകരണം, റീഫർബിഷ്മെൻറ്റ് അങ്കണവാടി സെൻറ്റർ. ഓക്കെ, എടാ അതിലൊന്ന് കയറി കഴിഞ്ഞ് നോക്കട്ടെ. വാ, വെരി ഗുഡ്. ശരി, പോയിട്ട് വരാം കേട്ടോ. എടാ പതുക്കെ. ഹായ്. എന്താ നാണം വന്നു? എടാ ഒന്ന് പൊട്ടിക്കല്ലേ, ബാക്കി വെക്കുക, എല്ലാവർക്കും വേണ്ടേ? ശരി, നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് കാഴ്ചകൾ കണ്ടിട്ട് പോവാം. ഇനി ഈ റോഡിലൂടെ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു കോളനി ഉണ്ട്, ട്രൈബൽ കോളനി. അതാണ് ഇവിടുത്തെ എൻഡ് എന്ന് തോന്നുന്നത്. അവിടെയാണ് കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. വാവ്, എന്താ ഭംഗിയുള്ള സ്ഥലം കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നെൽപ്പാടങ്ങൾ, ഈ ഭാഗത്തേക്ക് കാപ്പി കൃഷി, അതിൻ്റെ ഉള്ളിലൊരു വീടൊക്കെ ഉണ്ട്. ഈ സ്ഥലം കൊള്ളാം. അവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ചെട്ടിയാലത്തൂരിലുള്ള നെൽപ്പാടങ്ങളാണിത്, നെല്ല് കൃഷി നടക്കുന്ന സ്ഥലം. കുറച്ച് ഏരിയകളേ ഉള്ളൂ ഇവിടെയുണ്ട്. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തേയിലപ്പൊടി മറ്റൊക്കെ എടുത്ത് ഇങ്ങനെ സെയിൽ ചെയ്യണത്. അതൊരു വലിയൊരു ബിസിനസ് പ്രതീക്ഷിച്ചിട്ടല്ല. പലപ്പോഴും നമുക്കത് വലിയൊരു പ്രോഫിറ്റ് ഒന്നും കിട്ടാറില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ചാർജൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളത് പിന്നെ എക്സ്ട്രാ ആയിട്ട് മേടിക്കണമൊന്നുമില്ല. പക്ഷേ എന്നാലും കൂടുതൽ ഓർഡർ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കതൊന്ന് ഇതാക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തേയിലപ്പൊടി ആവശ്യമില്ലെങ്കിലും നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് കുറച്ച് പൈസ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരുള്ള ഒരു പുള്ളി സൗദിയിലാണുള്ളത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു ചെറിയൊരു സംഖ്യയൊക്കെ അയച്ചു തന്നിട്ട് പെട്രോൾ ഇടിച്ചിട്ട് നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു തന്നപ്പോൾ ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. കാരണം നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്തു തന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത് ഓർഡറാണ്. അതിനോട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോണത് അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, ആ ഭാഗത്തേക്കാണ് നമ്മൾ പോണത്. ഓക്കെ, ഇതാണ് അങ്ങോട്ട് കിടക്കാനുള്ള പാലം. ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് കുറേ ഭാഗത്ത്. ഇവിടെ അങ്ങോട്ട് കുറച്ച് പാടങ്ങളുണ്ട്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളോടെ കാണാൻ? നല്ല ഭംഗിയില്ലേ? അതായത് മൊത്തം പാടങ്ങളുണ്ടില്ലേ? അതിൻ്റെ പുറകോട്ട് ഒരു പുഴ ഉണ്ട് അതിൻ്റെ ഇടയിൽ, അതിൻ്റെ അപ്പുറത്തേക്കാണ് ആ ഫോറസ്റ്റ് കണ്ടത്. പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോണത്. എന്താണ് അവിടെ റിയാക്ഷൻ എന്നൊന്നും നമുക്കറിയൊന്നുമില്ല. എന്തായാലും ഈ പാടത്തിലൂടെ നമുക്ക് അങ്ങനെ പോയി നോക്കാം. ഞാനൊരു പട്ടി എവിടുന്നെങ്കിലും ചാടി വീഴും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് അങ്ങോട്ട് പോണത്. ഈ ഒരു വീടേ ഉള്ളൂ, 3-4 വീടുണ്ട്. പോയി നോക്കാം. പട്ടിയുണ്ട്. നമ്മളെ പട്ടി വരുമോ? പട്ടി എന്നെ നോക്കുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ വീട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കാം. വീടുണ്ടില്ലേ? മണ്ണിട്ട് തേച്ച വീടുകളാണ്. കുഞ്ഞു വീടൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ചേച്ചി
ഈ കോളനിന്റെ പേരെന്തെന്നാ? തെന്നങ്കര. അപ്പൊ ഈട്ടിപ്പുര അതേതാ? വീട്ടിപ്പുര അത് വേറെ കോളനിയാ? അത് ഇതുപോലെ തന്നെയാ? ഇത് എന്താണ് തെണ്ടങ്കര. അപ്പോൾ നമ്മളിപ്പോൾ തെണ്ടങ്കര കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, മണ്ണിൽ തേച്ച വീട് നമ്മൾ മുമ്പ് കണ്ട പോലെ. അല്ല ഇത് കട്ടയാണല്ലേ? ഇത് കട്ട തന്നെയല്ലേ? കട്ട വീടാണ്. ഇതെന്താ ഈ തേച്ചിരിക്കുന്ന സാധനം? ഈ കറുത്ത ചാണക കളറ്, കറുപ്പ് കളറ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ടോ? അതൊക്കെ കുടിവെള്ളം. കുടിക്കണ വെള്ളമല്ലേ? കുടിക്കാൻ പറ്റില്ല? അത് ശരി. കുടിക്കണ ഇവിടെ? അവിടെ പോയി ചുമന്നിട്ട് വരണോ? ഓ അത് ശരി. അപ്പോൾ അവർ ചുമന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ എത്ര വീടുകളുണ്ട് മൊത്തം? 6 വീടോ? ഓക്കെ. തെണ്ടങ്കര കോളനിയിലുള്ള മൂത്ത ആളിവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് തെണ്ടങ്കര കോളനിയിലെ മൂത്ത ആള് അല്ലേ? നിങ്ങളെ പേരെന്താ? കുളൻ. നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്, മൂപ്പൻ അല്ലേ? മൂപ്പൻ എന്നാ പറയാ? വീട് ഏതാണ് വീട്? ആ വീട് ആരതാ? അത് നിങ്ങൾ തന്നെ? വേറെ ആളതാ? അത് ശരി. ഇവിടെ പ്ലാവിൻ്റെ അടിയിൽ ചെറിയൊരു വീടുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? ഇവിടൊക്കെ ഈ ചാണകം മെഴുകിട്ട് ഇവിടെ ആൾ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. ആരാ? സുഖല്ലേ? എന്താ പറ്റി? പനിയോ? മരുന്ന് കൊടുക്കണ്ടോ? അത് ശരി. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല? ഇവിടെ കൊണ്ടു തരുമോ? രാവിലെ ഒരു വണ്ടി വന്ന് ഇവിടെ മരുന്ന് കൊണ്ട് തന്നോ? ഞാൻ വരുമ്പോൾ ഒരു വണ്ടി, ആരോഗ്യ വകുപ്പിൻ്റെ വണ്ടി ഇവിടുന്ന് പോകണുണ്ട്. അങ്ങനല്ല? ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, വയൽ കൃഷിയായതുകൊണ്ട് നടക്കാൻ എടുത്ത് പോകാനും പാടാണ്. മൂപ്പരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ? ശരി. ഇത് വീട് നിങ്ങളെ വീടാ? നിങ്ങളെന്ത് പണിക്ക് പോന്നാ? കൂലിപ്പണിക്ക് പോകും. എവിടെ? മുണ്ടക്കൊല്ലി. ചീരാല. മഴക്കാരനാരും പണി വിളിക്കണല്ലേ? വീട്ടിൽ തന്നെ. ഇപ്പോൾ വീട്ടിൽ പണിയൊന്നുമില്ല. അത് ശരി. അവരുടെ വീടാണ് കേട്ടോ അത്. ഉണ്ടല്ലേ? ചേട്ടൻ്റെ വീട്. ചേട്ടൻ സുഖമില്ലാണ്ട് ഇവിടെ കിടക്കണതാണ്. അപ്പോൾ ഇവരുടെ പാടത്തിലൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്ന് ചികിത്സിക്കണം അത്ര. അപ്പോൾ അവരൊന്ന് മരുന്നൊക്കെ കൊടുത്തിട്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതപ്പൊക്കെ പൊതിച്ചിട്ട് ഉറങ്ങുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഇതൊരു ക്ഷേത്രം, ഒരു വഴിപെടുന്ന സ്ഥലമാവാനാണ് സാധ്യത. ഇതെന്താ ഏട്ടത്? അമ്പല? അതന്നെ ദൈവം എന്താ? പിന്നെ മാരിയമ്മ? അത് ശരി. ഇവിടെ വിളക്കൊക്കെ കത്തിക്കും ഞങ്ങൾ. വിളക്കൊക്കെ കത്തിച്ചിട്ട് പൂച്ച ഒക്കെ. ചെരുപ്പിട്ടോ? സോറി. ചെരുപ്പിട്ടാണ്ട് പോകാൻ പാടില്ല. സോറി കേട്ടോ, അറിയാതെ പോയതാണ്. ഞാൻ ഓർത്തില്ല, ഒരു ബോർഡറൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ, ഇതാണ് സുഹൃത്തുക്കളെ ഇവരുടെ ക്ഷേത്രം. ഇവർ പിന്നെ ഇങ്ങനെ ഇവിടെയാണ് വിളക്കൊക്കെ വൈകുന്നേരം കത്തിക്കും. വിളക്കൊക്കെ കത്തിക്കും. അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു വീടും ഉണ്ട്. അങ്ങനെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് പുഴയല്ലേ? അതിൻ്റെ ബാക്കിൽ പുഴയാണ്. പുഴേൻ്റെ അപ്പുറത്ത് വനമാണ്. അപ്പോൾ ഇതാണ് ഏരിയ. ചെരുപ്പ് ഞാൻ അറിയാതെ ഇട്ടിട്ട് പോയേട്ടാ, ഒന്നും വിചാരിക്കരുതേ. അപ്പോൾ സോറി. അപ്പോൾ ഇവിടെ വീട് ഉണ്ടല്ലേ? അപ്പം ഒക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ. തെണ്ടങ്കര കോളനി അല്ലേ? ഓക്കെ. അതാണ് സുഹൃത്തുക്കളെ. മൊത്തം എത്ര കുടുംബം? 6 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. 6 കുടുംബങ്ങൾ താമസിക്കുന്നു അല്ലേ? ഇവിടെ 5 കുടുംബം. അത് ശരി. ഇവിടെ ORS ഡിപ്പോ ഉണ്ടല്ലേ? വയറിളക്കത്തിനുള്ള ഉത്തമ ഔഷധമായ ORS ഇവിടെ ലഭ്യമാണ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ORSനുള്ള മെഡിസിൻ ഇവരിവിടെ കൊടുന്ന് അതിലൊന്ന് ഇട്ട് വെച്ചിട്ട് പോകും അല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എടുക്കാം. ഓക്കെ, ശരി. അതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു കോളനി ഉണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ പട്ടിയുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2-3 പട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരു പട്ടി കുറച്ച് ഡേഞ്ചറാണ് എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പേടിച്ചു പോയി ഞാൻ. പട്ടി നോക്കി പോയി, കുട്ടി എന്നെ പേടിപ്പിച്ചു. ശരി. അവിടെ ഇതേപോലെ കുറച്ച് വീടുകളുണ്ട് സൈഡിൽ കൂടെ അങ്ങനെ.
വീടുകളുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമുണ്ട്. അതോടുകൂടി ഇത് അവസാനിക്കും. പിന്നെ അപ്പുറത്തുള്ള റോഡിന് മുന്നോട്ട് കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിപ്പുര എന്നൊരു ഇതേപോലത്തെ സെയിം ഒരു കോളനി കൂടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഇവരിവിടെ ജീവിത മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കൂലിപ്പണിക്ക് പോകുന്നു വരുന്നല്ലാതെ ഇവർക്ക് ഇവിടെ കൃഷി സ്ഥലങ്ങളോ ഒന്നുമില്ല. ഈ കൃഷി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകൾ, പുറമേ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ കൃഷി നെൽപ്പാടങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്യും. അങ്ങനെയാണ്. ഇല്ലാത്ത സമയം പുറത്ത് പോയിട്ട് ജോലി ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം പുലരുന്നത്. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇവിടെ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ മൊത്തം സ്ഥിതി ചെയ്യുന്നത്, കൃഷി സ്ഥലങ്ങളും ഉടമസ്ഥാവകാശം മൊത്തം പുറത്തുള്ള ആളുകളാണ്. അവരാണ് ഇവിടെ വന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ അടക്ക മരങ്ങൾ കാണാം. ഇതെല്ലാം അടക്ക കൃഷി നല്ല കാര്യമായിട്ട് തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. ആ പട്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അത് എന്നെ നോക്കുന്നു. മൈ ഗോഡ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറൊരു കോളനി കൂടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കുറച്ച് ദൂരം നടക്കാണ്ട്. പ്രത്യേകിച്ച് ഡിഫറൻസ് പറയാനൊന്നുമില്ല. ഇത് സെയിം ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നില്ല. വയനാട് എന്നുള്ളത് പോലെ ഉൾഗ്രാമങ്ങളൊക്കെ നമ്മൾ ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. മീൻസ് വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നമ്മുടെ ഒരു ചെറിയൊരു സംരംഭം അതിനൊന്ന് വിജയിപ്പിച്ച് തരണം എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ ഈ ചായപ്പൊടിയൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഒന്ന് സഹകരിക്കണം. കാരണം നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഇൻകമിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാത്രം കിട്ടുന്നൊന്നുമില്ല, എന്നാലും ചെറിയൊരു ആശ്വാസം. ഒരു 10, 300, 400 രൂപയൊക്കെ പെട്രോളൊക്കെ അടിച്ചിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനത് ഉപകരിക്കും. അതാണ് ചേട്ടാ. പോയിക്കോളൂ. അപ്പോൾ അതുകൊണ്ട് സഹകരിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകണം. അപ്പോൾ അതാണ് ഒരു ടാസ്ക്. കുഴപ്പമൊന്നുമില്ല, മഴയൊന്നും പെയ്യുന്നില്ല. മഴ പെയ്താലാണ് പോകാൻ ബുദ്ധിമുട്ടാവുക. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ഗംഭീര വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.